ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുഞ്ഞു മക്കൾക്കല്ല, വലിയ മക്കൾക്കും നമുക്ക് ഇൻഗ്രീഡിയൻസിന് മാറ്റം വരുത്തിയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് വളരെ ഈസിയായി ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കണക്കാണ് പറയുന്നത്. ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഒരു 3 പയർ ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില വേണം. ഇനി ഒരു സവാള എടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരോ ദിവസം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇൻഗ്രീഡിയൻസിന് മാറ്റം വരുത്തുക. ഒരേപോലെ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് അത് കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ പിന്നെ ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ബീട്രൂട്ട് ചേർക്കുക. അങ്ങനെ ഇൻഗ്രീഡിയൻസിനും വെജിറ്റബിൾസിനൊക്കെ മാറ്റം വരുത്തി ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് നെയ്യ് ചേർത്ത് കൊടുക്കും. അപ്പോൾ സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചോറിൽ ഉപ്പ് ചേർക്കുന്നതെങ്കിൽ അത്ര ഉപ്പ് ചേർക്കണമെന്നില്ല. നമ്മൾ ചോറ് ഉപ്പിടാതെയാണ് വെക്കുക, അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും പിന്നെ തക്കാളിയും പിന്നെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വേവാനുള്ളതാണ്. അപ്പോൾ നമുക്ക് പയറും ഒക്കെ ഇതിൽ ചേർത്ത് കൊടുത്ത് നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് ക്യാരറ്റും പയറും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നോളും. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചാൽ നന്നായിട്ട് ഇത് വെന്ത് വന്നോളും. അപ്പോൾ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേങ്കിൽ കുക്കറിൽ ഉണ്ടാക്കി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ വഴറ്റിയെടുത്ത് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ നമുക്കിത് 5 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും പയറൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോരോ ദിവസം വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇന്ന് മുട്ട ചേർത്താൽ നാളെ ചെമ്മീൻ, അങ്ങനെ ഓരോരോ വ്യത്യസ്തമായ രീതിയിൽ ഓരോരോ ദിവസം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ മുട്ടയിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. അപ്പോൾ നല്ല എരിവൊക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിത് നെയ്ച്ചോറ്റിൻ്റെ അരിയിലും പിന്നെ ബസ്മതി റൈസിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾ ഓരോ ദിവസം ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വെജിറ്റബിൾ ഓരോരോ ദിവസം ഇതുപോലെ മാറ്റി കൊടുക്കുക. അപ്പോൾ ഇനി ഞാനിവിടെ 4 കയ്യിൽ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചോറ് ഉപ്പിടാതെയാണ് ഉണ്ടാക്കാറുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർത്തത്. പിന്നെ ഒരു ടീസ്പൂൺ നല്ല നാടൻ പശുവിൻ നെയ്യ്. അപ്പോൾ നാടൻ പശു നെയ്യ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക, അതാണ് നല്ല ടേസ്റ്റ്. പിന്നെ അതിനാണല്ലോ കുറച്ച് രുചിയും മണവും ടേസ്റ്റും ഒക്കെ കൂടുതൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും. അപ്പോൾ അതും കൂടി 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് പിന്നെ തീ ഓഫ് ചെയ്ത് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഈസിയല്ലേ ഉണ്ടാക്കി കൊടുക്കുക. ഇതാകുമ്പോൾ കറിയും പിന്നെ
ഉപ്പേരിയും ഒന്നും ആവശ്യമില്ല. എല്ലാം നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ മക്കൾക്ക് ഓരോ ദിവസം ഇതുപോലെ വ്യത്യസ്തമായിട്ട് ലഞ്ച് ബോക്സ് റെസിപ്പി റെഡിയായി കൊടുക്കുക. അപ്പോൾ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. ഓരോരോ ദിവസം മക്കൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു നോക്കുക. കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുമോ നോക്കാമല്ലോ. അപ്പോൾ എൻ്റെ മോൻ ഇഷ്ടത്തോടെയാണ് കഴിക്കുന്നത്. ഞാൻ ഓരോരോ ദിവസവും വ്യത്യസ്തമായി ഉണ്ടാക്കി കൊടുക്കും. ഓരോരോ ദിവസവും പച്ചക്കറികളിലൊക്കെ മാറ്റം വരുത്തും. അങ്ങനെയാണ് ഞാൻ അവനക്ക് കൊടുക്കാറുള്ളത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.